ചേട്ടാ ഒന്ന് വന്നേ. എന്തേ? പക്ഷെ ആളൊരു ഇച്ചിരി മുറ്റ, അതൊക്കെ വളച്ചെടുത്തോ. പിന്നെ കാശ് കൊടുക്കടോ. ഏത് കാശ്? 2000 മുട്ടയുടെ കാശ് കൊടുക്കാൻ. 2000 മുട്ടയുടെ കാശോ? അത് ഏറിപ്പോയാലും 150 മുട്ട കാണും. ബാക്കി മുട്ട നിങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടോ. മോളെ തങ്കമണി, മോള് ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരും, പക്ഷേ ആളെ കൂട്ടിക്കൊണ്ടൊന്ന് ആക്കരുത്. ഞാൻ ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരുമോ? ഞാൻ അല്പം ചീപ്പാകാൻ തന്നെ തീരുമാനിച്ചു. ചോദിച്ചോ. ശരി, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. ഇനി നിങ്ങൾ പോയിക്കോ. പോടെ വന്നി. ഓ, എണ്ണൊന്നും വേണ്ട ബേബിച്ചായ, അതിന് തന്നേ. താങ്ക്സ്. നല്ല അടക്കോ ഒതുക്കമുള്ള പെണ്ണ്. ഇത് എന്നാ പറ്റി? അതെ, ഇതിന്റെ സ്പാർക്ക് പ്ലഗിന്റെ സുന പോയതാ. സ്പാർക്ക് പ്ലഗിന്റെ സുന. ബേബിച്ചായോ, ഈ തങ്കമണി ബേബിച്ചാന് പറ്റിയ പെണ്ണല്ലോ. നീ അവളറിയോ? പിന്നെ അറിയോന്നോ? കൊള്ള, നല്ല കഥയെ. അവളെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഈ കാർഗിൽ നാരായൺ എന്ന് കേട്ടിട്ടുണ്ടോ? പട്ടാളക്കാരൻ, മിലിറ്ററി ജവാൻ. അവൻ ജയിലിലല്ലേ ആ ചട്ടമ്പി? അവന്റെ പെങ്ങളോ മറ്റോ വന്നോടാ. ആ, പെങ്ങളായിരുന്നെങ്കിൽ എന്ത് ഭേദം. ഇതവന്റെ മുറപ്പെണ്ണാണ് തങ്കമണി, മുറപ്പെണ്ണ്. ഓ, അപ്പൊ കാർഗിൽ നാരായണന് കൈ കൊടുക്കേണ്ടി വരും. അതായിരുന്നെങ്കിൽ എന്ത് ഭേദം. ഇതേ ഇവൾക്ക് തന്നെ കൈ കൊടുക്കേണ്ടി വരും ബേബിച്ചായ, ഈ തങ്കമണിക്ക്. ആ, കഴിഞ്ഞ അവധിക്ക് വന്നപ്പോ ഈ നാരായണൻ തങ്കമണി ഒന്ന് കയറി പിടിച്ചു. എന്തിന്? ആണ് പെണ്ണിനെ കയറി പിടിക്കുന്നത് എന്തിനാണെന്ന്. ഇയാൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണെന്ന്? ഇല്ലേ? നീ പറ. ഇവൾ അവനെ വെട്ടി ഓലക്കീർത്ത് നെറുകന്തര കടിച്ച് അവന്റെ ബോധം പോയി, പാവം. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മറ്റേ വകുപ്പിനൊരു കേസും കൊടുത്തു. ഏത് വകുപ്പില്? പീഡിപ്പിക്കൽ. പാവം നാരായണന് 4 കൊല്ലം തടവും. ഇവക്ക് തന്തയും തള്ളിയൊന്നുമില്ലേ? അപ്പനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ബസ് ആക്സിഡന്റാ. അതിന്റെ ഇൻഷുറൻസ് തുക 1 ലക്ഷം രൂപ ഇവളുടെ പേരിൽ ബാങ്കിലുണ്ട്. സത്യത്തിൽ നാരായണന്റെ നോട്ടോ ആ കാശ. ഇവളെന്താടാ ജാതി? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ പ്രമാണം. മനസ്സിലായി. അത് വലിയ കുഴപ്പമില്ലാത്ത ജാതി, അഡ്ജസ്റ്റ് ചെയ്യാം. ബേജായോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തങ്കമ്മന്റെ അടുത്ത് മറ്റു പരിപാടി നടക്കട്ടോ. ഇടാ, അത് ഞാനവിടെ കെട്ടാൻ പോകില്ലേ? അപ്പൊ പിന്നെ നടക്കുമല്ലോ. നടന്നില്ലെങ്കിൽ അതിന്റെ ആന്തരിക വശങ്ങളായിട്ടുള്ള നിർത്ത്. രാഘവ മാഷ്ക്ക് എന്നാ പറ്റിയത് മാഷക്കല്ല, മൂത്ത മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈപ്പച്ചന് ആധാരം തിരിച്ചു കൊടുക്കാത്തോണ്ട് പെണ്ണിന്റെ കല്യാണം മുടങ്ങി. എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീസ് ഓക്കെ. എങ്ങനെയുണ്ട് പക്ഷേ? അപകടഘട്ടം കഴിഞ്ഞാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങളിലേക്ക് ദയ. നിങ്ങൾ എന്തിനാ വീടും പറമ്പ് പണയം വെക്കാൻ പോയത്? അത് ഈപ്പന്റെ അടുത്ത്. ഇവന് എഞ്ചിനീയറിംഗിന് വിടാൻ കുറച്ച് കാശ് വേണ്ടിയിരുന്നു. 4 ലക്ഷം. 3 പെൺമക്കളെ കെട്ടിച്ചുവിടാറുള്ള തന്ത സ്വാശ്രയ കോളേജിൽ കൈക്കൂലി കൊടുക്കാൻ വീടും പറമ്പും പണയം വെക്കുന്നു. പിന്നെ അത് വീട്ടാൻ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കടം കൊടുക്കും. കടം വീട്ടാമെന്ന് പറഞ്ഞിട്ട് ഈപ്പൻ എന്താ ആധാരം തിരിച്ചു തരാത്തെ? ഒക്കെ തരാന്ന് പറഞ്ഞതാ, തന്നില്ല. ഈപ്പൻ എവിടെ ഉണ്ട്? ടൗണിൽ കാണും. ഇന്നവിടെ സ്വർണ്ണക്കടയുടെ പരസ്യത്തിന്റെ ഷൂട്ടിങ്ങാ. അല്ലയോ തോഴിമാരെ, പറഞ്ഞാലും ദേവസുന്ദരി, സ്വർഗലോകത്തെ ഇന്ദ്രസദസ്സിൽ പോലും കാണാൻ കഴിയാത്തതാണ് ഈ മനോഹര സ്വർണ്ണാഭരണ ശേഖരങ്ങൾ. ഇത് ഏത് രാജ്യം തോഴി? ഇതാണ് ദേവി, മലയിൽ ജ്വല്ലേഴ്സ്. മലയിൽ ജ്വല്ലേഴ്സോ? അതെന്താണ്? 100% പരിശുദ്ധമായ 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മലയിൽ ജുവലേഴ്സ്, പ്രൊപ്പറേറ്റർ ഈപ്പൻ മലയിൽ. ഓക്കേ, ഗുഡ്. സാറേ ഇങ്ങോട്ട് വന്നേ. നല്ല കൊള്ളാവുന്ന ചരക്കുകളൊന്നും കിട്ടിയില്ലേ തനിക്ക്? ഒന്നിനൊരു മൃഷിയില്ലല്ലോ. ഇനി അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വാ, ശരിയാക്കി തരാം ഞാൻ.
മുതലാളി പ്ലീസ്. ഏ? ആ. സ്മൈൽ. പ്ലീസ്. സർ സർ പ്ലീസ്. ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഛെ, ഈ അപ്പൻ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ആ ഒലത്തും എന്താ കലക്കോന്ന് പറഞ്ഞതാ. ആ രാഘവമാഷിന്റെ ആധാര പിള്ളേരെ അറിയുന്നതിന് മുമ്പ് ബേബിച്ചും കൊണ്ടുപോയിക്കോ. അവന്മാരറിഞ്ഞ എനിക്ക് കോപ്പ. തന്തയുടെ പ്രായമുണ്ട് ഇയാളെ എങ്ങനെയാ കൈവയ്ക്കുക? ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കി അവളുടെ ജീവിതം തെളിച്ചിട്ട് ഡൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുക. കുറച്ച് മുല്ലപ്പൂമാലോടെ വാങ്ങി തലേ വെക്കടോ. പതുക്കെ പറ. ഷൂട്ടിങ്ങിന് വന്ന പെൺപിള്ളേര് കേൾക്കും. എനിക്ക് മോതിരം വേണ്ട, പലിശ വേണ്ട, പോയിക്കോ. അപ്പൊ ഷൂട്ടിങ്ങിന് വന്ന പെമ്പിള്ളേര് കേട്ടാ തനിക്ക് നാണക്കേടല്ലേ? നാണക്കേടല്ലേടോ? നാണക്കേടല്ലേ? സൈലൻസ് സൈലൻസ് സൈലൻസ്. ഷൂട്ടിങ്ങിനോട് പെമ്പിള്ളേര് കേൾക്കും. അടുത്ത ചാൻസ്. അങ്ങനെ ഒന്നില്ല. കൊല്ലും ഞാൻ, കൊല്ലും. ഈശോയേ, ചുവന്ന ചോര. വേദന കടിച്ചു പിടിക്കായിരുന്നു ഞാൻ. നിന്നെയൊക്കെ നാണം കെടുത്താതിരിക്കാൻ. ചെകുത്താനാണവൻ, പീലിയുടെ കൊച്ചുമോൻ. കൊന്നു കളയടാ അവനെ. മാഷക്ക് ധൃതിയുണ്ടോ? ധൃതിയില്ല. എന്നാ ഒരു 5 മിനിറ്റ് ഞാനിതൊന്നങ്ങ് തീർത്തേച്ച് വന്നേക്കാം. പോടാ. എടാ നിന്നോട് പോകാനല്ലടാ പോത്തെ പറഞ്ഞത്.